അപ്പോൾ അത്യാവശ്യം പാക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. 2 പാഴ്സൽ രണ്ട് ട്രിപ്പായിട്ട് നമ്മൾ നാട്ടിലേക്ക് അയച്ചു. ഒന്ന് മോളുടെയും എൻ്റെയും. അത് കഴിഞ്ഞപ്പോൾ അത് സേഫായിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ലായിരുന്നു. 2 പ്രാവശ്യമായിട്ട് അയച്ചത്. ഇനിയും പാക്ക് ചെയ്യാനുള്ളത് മൊത്തം ഹസ്ബൻഡിൻ്റെ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ പോരുന്നതിന് മുമ്പായിട്ട് വാങ്ങിയൊരു ഡ്രോണായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടി ഹസ്ബൻഡ് ഒന്ന് വെളിയിൽ ഇറങ്ങി അതിൻ്റെ എല്ലാം ഒന്ന് പഠിക്കുക. അവിടെ നല്ല സ്പേസ് ഉണ്ടല്ലോ, അപ്പോൾ നമുക്കത് മനസ്സിലാക്കി എടുക്കാനൊക്കെ പറ്റുമല്ലോ. അപ്പോൾ എൻ്റെ ചേട്ടൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറഞ്ഞാൽ ലോകം മൊത്തം ട്രാവൽ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുള്ള ആളാണ്. അതായത് വെറുതെ ട്രാവൽ ചെയ്യില്ല, 2 വീലറിൽ സോളോ റൈഡ് പോകാൻ ഭയങ്കര ആഗ്രഹമുള്ള ആളാണ്. അപ്പം അന്നേരത്തേക്ക് യൂസ് ആക്കാൻ വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ, മോട്ടോർ സൈക്കിളിൽ വേണ്ട എല്ലാ ആക്സസറീസും ഓരോ പ്രാവശ്യമായിട്ട് പല ടൈമിലും സേവ് ചെയ്ത് പല റിസർച്ചും ഒക്കെ നടത്തി വാങ്ങി കുട്ടിയെ കുറേ സാധനങ്ങൾ. അപ്പം നമ്മളത് ചുമ്മാ അതൊന്നും നാട്ടിലെത്തിക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ എത്ര കെയർ കൊടുത്ത് വേണം പാക്ക് ചെയ്യാൻ. ഈ ഹെൽമെറ്റിനും ജാക്കറ്റിനും ഒക്കെ തന്നെ നല്ല വെയിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് അതുകൊണ്ട് മെയിനായിട്ടും നമ്മുടെ സാധനങ്ങൾ, ബാക്കി സാധനങ്ങളൊക്കെ പാഴ്സൽ അയച്ചത്. ഈ സാധനങ്ങളൊക്കെ തന്നെ സേഫായിട്ട് കൊണ്ടുവരിക എന്നുള്ളതേ ഉള്ളൂ. നല്ല നമ്മൾ യൂസ് ചെയ്ത പാത്രങ്ങളും എല്ലാം നമ്മളവിടെ സൈഡിലൊക്കെ കൊടുക്കുക ചെയ്തത്, എല്ലാ സാധനങ്ങളും. പിന്നെ ഉപേക്ഷിക്കാൻ പറ്റാത്ത കുറച്ച് സാധനങ്ങൾ മാത്രം സേഫായിട്ട് ഇവിടെ എത്തിക്കുക എന്ന് മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ചേട്ടന് തിരിച്ചു പോകേണ്ടതുകൊണ്ട് കുറച്ച് സാധനം അവിടെ സേഫായിട്ട് വെക്കുകയും ചെയ്തു. അപ്പോൾ ഈ ഹെൽമെറ്റിന് തന്നെ എന്തൊക്കെയോ ഒരുപാട് പ്രത്യേകതകളുണ്ട്, നല്ല വെയിറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് മാക്സിമം സേഫായിട്ട് പൊതിയാനും പാക്ക് ചെയ്യാനും ഒക്കെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എത്തിച്ചിട്ട് നല്ല ഒരു കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഹസ്ബൻഡ് അത് യൂസ് ചെയ്യുകയും ചെയ്ത് ഇവിടെ അപ്പം ഇനി ഒരുപാട് ട്രിപ്പുകൾ പോകാൻ ഹസ്ബൻഡിന് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റട്ടെ. പക്ഷേ എൻ്റെ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബോക്സ്, അതൊന്നും കളയാൻ എനിക്ക് ഒട്ടും മനസ്സില്ല. ഇപ്പം ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു DIYs ഒക്കെ ചെയ്യുന്ന ഒരാൾക്ക് ഇതിൻ്റെ ബോക്സൊക്കെ ഭയങ്കര യൂസ് ആവുമല്ലേ. ഒരുപാട് പേർക്ക് ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, നല്ല ബോക്സ് അല്ലേ. എനിക്കത് കളയാനായിരുന്നു ഏറ്റവും വിഷമം. പക്ഷേ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അത് അവിടെ വെക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെയും ചേട്ടൻ ചെന്നിട്ട് നാട്ടിൽ തിരിച്ച് അയച്ച് തരുമോ എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. എങ്ങനെയും തിരിച്ച് അടുത്ത പ്രാവശ്യം വരുമ്പം കൊണ്ട് തരുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കറിയില്ല, അത് പോകുന്ന അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു വിഷമം. എന്തായാലും ചേട്ടൻ്റെ ആഗ്രഹങ്ങൾ നടക്കട്ടെ, എൻ്റെ ചെറിയ ചെറിയ ക്രാഫ്റ്റ് വീഡിയോസും നടക്കട്ടെ. എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് പോകുന്നു. ഇനിയുണ്ട് കുറേ വീഡിയോസ്, എല്ലാം ഞാൻ പുറകെ ഇടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ പാക്കിംഗ് വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതായിരിക്കും. അപ്പം ക്രാഫ്റ്റ് വീഡിയോസും പുറകെ വരും കേട്ടോ. എല്ലാവരും കാണണേ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്